ഹായ് എവ്രി വൺ, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യഥാർത്ഥത്തിൽ ഇന്ന് മാർക്കറ്റിൽ എല്ലാ സാഹചര്യങ്ങളും വളരെ അനുകൂലമായിരുന്നു. ഇപ്പോൾ ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസ് നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് പെർ ബാരൽ ഡോളറിന് 85 എന്ന ലെവലാണ് ബ്രന്റ് ക്രൂഡ് കാണുന്നത്. അതുപോലെ ഇന്ത്യൻ രൂപി സ്ട്രെങ്ത് നേടിക്കൊണ്ട് അത് 95.2 എന്ന ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ ഇന്നലെ നമ്മൾ കണ്ടതാണ് മാർക്കറ്റിൽ FISന്റെ ഏകദേശം 1600 കോടിയോളം രൂപയുടെ ഒരു നെറ്റ് ബൈങ് ഉണ്ടായി. ഇതേപോലെ ഗ്ലോബൽ ലെവൽ നോക്കുകയാണെങ്കിൽ US ബോണ്ട് ഈൽഡ് അത് ഉയരാതെ ആ 4.6 എന്ന ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അതുപോലെ ഗോൾഡും നേരിയ ഇടിവോടുകൂടി ഇക്വിറ്റി മാർക്കറ്റിന് അനുകൂലമായ മൊത്തം സാഹചര്യമായിരുന്നു മൊത്തത്തിൽ മാർക്കറ്റിലുണ്ടായത്. അപ്പോൾ US മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലുമൊക്കെ ഇന്നലെയൊക്കെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തത് 24,500 എന്ന റേഞ്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വമ്പിച്ച ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അത്ര വലിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ചില നേട്ടങ്ങൾ താഴോട്ടേക്ക് പോയിക്കൊണ്ട് നിഫ്റ്റി ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ എക്സ്പയറി ഡേയിൽ മാർക്കറ്റിൽ അവസാന നിമിഷം ഉണ്ടായിട്ടുള്ള ഏകദേശം 115 പോയിന്റിന്റെ ഒരു നേട്ടം അത് പൂർണ്ണമായിട്ടും തിരിച്ചെടുത്തതായിട്ട് നമ്മൾ കാണാം. കാരണം ആ ഒരു അൺയൂഷ്വൽ റാലിയിൽ നിർബന്ധിതമായിട്ട് ഷോർട്ട് കവറിങ് ചെയ്യേണ്ടി വന്നവർ സ്വാഭാവികമായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഫൈനലായിട്ട് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,207 ആണ്. 24,200 മുകളിൽ നിൽക്കുന്നു എന്ന് മാത്രമാണ് അവിടെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. എന്നാൽ നിഫ്റ്റി ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ സ്വാഭാവികമായിട്ട് എക്സ്പയർ റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് കവറിങ്ങിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതാണ് ഓവറോൾ ബ്രോഡ് മാർക്കറ്റിൽ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ബൈങ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ 52% സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസ് ചെയ്തപ്പോൾ 42% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. അപ്പോൾ അവിടെ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും നല്ല ബൈങ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സെക്ടോറൽ വൈസ് നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽസ്, ബാങ്കിങ്, അതുപോലെ മെറ്റൽ പോലെയുള്ള പ്രധാനപ്പെട്ട സെക്ടറുകൾ ഇന്ന് അപ്സൈഡ് ആയിരുന്നു. അതേസമയം IT, FMCGയിലൊക്കെയാണ് കാര്യമായിട്ടുള്ള ഇടിവ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 85 എന്ന റേഞ്ചിലേക്കൊക്കെ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ വളരെയധികം പോസിറ്റീവാണ്. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇടിയാനുള്ള കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഹോർമസ് കടലിടുക്ക് വഴിയുള്ള ഷിപ്പ് മൂവ്മെൻറ്റ് സുരക്ഷിതമാക്കാൻ വേണ്ടി ഇറാനും ഒമാനും ചേർന്ന് ഒരു താൽക്കാലിക നാവിഗേഷൻ കോറിഡോർ രൂപീകരിക്കാൻ ധാരണയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രൈറ്റിലുള്ള മൈനുകളൊക്കെ നീക്കം ചെയ്യുന്നതിനായി ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോർമസ് സ്ട്രൈറ്റിലൂടെയുള്ള ഓയിൽ ടാങ്കറുകളുടെ മൂവ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒമാൻ്റെയും ഇറാൻ്റെയും ഈ ഒരു ഡീല് വാർത്തകൾ പുറത്തു വന്നതും മൊത്തത്തിലുള്ള അന്തരീക്ഷം ശാന്തമാകുന്നു എന്നതിൻ്റെ ഒരു സൂചനയും വന്നതോടെ ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴോട്ടേക്ക് വന്നതായിട്ട് കാണും. ഇത് കൂടാതെ ഇറാനെതിരെ കൂടുതൽ ശക്തമായ സെക്കൻഡറി സാങ്ഷൻസ് ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ എക്കണോമിക് D-Day പ്രൊജക്റ്റ് അതിൽ നിന്നും US താൽക്കാലികമായിട്ടെങ്കിലും ഒരു പിറകോട്ട് പോക്ക് നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം ഈ സെക്കൻഡറി സാങ്ഷൻസ് വളരെ ശക്തമാക്കുകയാണെങ്കിൽ ചൈന ഒരുപക്ഷെ തിരിച്ചടിച്ചേക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് അമേരിക്കയെ തൽക്കാലം പിറകോട്ട് വലിയാൻ കാരണമാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ പാകിസ്ഥാന്റെ സൈനിക തലവനായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസിം മുനീർ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അടക്കമുള്ള ഉന്നത നേതാക്കളുമായിട്ട് ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിൽ മധ്യസ്ഥനായിട്ട് പാകിസ്ഥാൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഹോർമസ് സ്ട്രൈറ്റ് തുറന്നു കൊടുക്കുകയും ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്താൽ സാങ്ഷൻസ് നീക്കാമെന്നുള്ള ഒരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുമ്പ് ഒപ്പുവെച്ച ആ ഒരു സമാധാന കരാറുകളിലെ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ഈ മേഖലയിൽ വലിയൊരു യുദ്ധം ഒഴിവാക്കാനും ബാക്ക് ചാനൽ ചർച്ചകൾ പുനരാരംഭിക്കുവാനും പാകിസ്ഥാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതും മൊത്തത്തിൽ ആ ഒരു ടെൻഷൻസ് കുറച്ച് റിലീവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ചില സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പർ നമുക്കറിയാം അതൊരു ഓഫസ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ എന്നിട്ട് പോലും ഇന്ന് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ ഓഫേഴ്സ് വരുമ്പോൾ അതിൻ്റെ ഫ്ലോർ പ്രൈസിലേക്ക് താഴാനുള്ള ഒരു ടെൻഡൻസി സ്റ്റോക്കുകൾ കാണിക്കാറുണ്ട്. എന്നാൽ ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് കാണുന്നത് നോൺ റീറ്റെയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ അവസരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അവർ ഓവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വമ്പിച്ച വിജയമാക്കിയിട്ടാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഓഫേഴ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവസരമാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ശക്തമായ ഡിമാൻഡ് ഇതിൽ കാണിച്ചത് കൊണ്ട് തന്നെ റീറ്റെയിലേഴ്സും നല്ല ഡിമാൻഡ് ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ കട്ട് ഓഫ് പ്രൈസിന് മുകളിലേക്ക് കൂടുതൽ ബിഡ് കോട്ട് ചെയ്തതുകൊണ്ടാണ് പ്രൈസ് ഉയർന്നു പോയത്. നമുക്കറിയാം ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ബേസ് പ്രൈസാണ്. അപ്പോൾ ആ ഒരു പ്രൈസിൽ തന്നെ നമ്മൾ ബിഡ് കൊടുത്താൽ നമുക്ക് ഈ ഓഫേഴ്സ് ലഭിക്കണമെന്നില്ല.
കാരണം അത് മാർക്കറ്റിൻ്റെ ഒരു യഥാർത്ഥ വിലയോ അലോട്ട്മെൻറ്റ് കിട്ടുന്നതിനുള്ള ഒരു ഫൈനലായിട്ടുള്ള വിലയോ അല്ല. അപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു കമ്പനി എന്നുള്ള നിലക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 517 ഉയർന്ന റേഞ്ചിലാണ് ബിഡ് സമർപ്പിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിൽ ഒരു ഇടിവ് നമ്മളിപ്പോൾ കാണാത്തത്. അതുപോലെ ഇന്നലെ സ്ഥിരീകരിക്കാത്ത ഓഫീസ് വാർത്തകളെ തുടർന്ന് ഹിന്ദുസ്ഥാൻ സിങ്കിലും ഒരു ഇടിവുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഇന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ സിങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള സ്റ്റേക്കുകൾ വിൽക്കില്ലെന്ന് സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അരുണീഷ് ചൗള വ്യക്തമാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസമായിട്ട് ഇന്ന് ഹിന്ദുസ്ഥാൻ സിങ്കിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതായാലും ഒരു ഓഫീസ് ഹിന്ദുസ്ഥാൻ സിങ്കിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിന് വരികയും വീണ്ടും ഒരു ബൈങ് ഹിന്ദുസ്ഥാൻ സിങ്കിൽ കാണുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5% ഈ സ്റ്റോക്ക് ഇൻട്രാഡേയിൽ മുന്നേറിയതായിട്ട് കാണാം. ഇത് കൂടാതെ ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെഫ്രീസ് ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഷെയറിന് ബൈ റേറ്റിംഗ് നൽകുകയും അതിൻ്റെ ടാർഗറ്റ് പ്രൈസ് 660 നിന്ന് 750 ആക്കിയിട്ട് ഉയർത്തുകയും ചെയ്തു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ സിങ്ക്, സിൽവർ തുടങ്ങിയ മെറ്റലുകളിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച ഡെഫിസിറ്റ് അത് ഈ സ്റ്റോക്കിൻ്റെ ഭാവിയിലുള്ള പ്രോഫിറ്റബിലിറ്റി വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നാണ് ജെഫ്രീസിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ദീപം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ക്ലാരിറ്റിയും അതുപോലെ ജെഫ്രീസിൻ്റെ അപ്ഗ്രേഡും കൂടി ചേർന്നതോടെ ഈ സ്റ്റോക്ക് പ്രൈസിൽ ഇന്നൊരു സ്പൈക്കാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ മറ്റൊരു സ്റ്റോക്കിലേക്ക് വന്നാൽ ഫെഡറൽ ബാങ്കാണ്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഉള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4% ഈ സ്റ്റോക്കിൽ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടിവ് ഫെഡറൽ ബാങ്കിൽ ഉണ്ടാവാനുള്ള കാരണം ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രൊമോട്ടർമാരുടെ ഏകദേശം 17% അവരുടെ ഷെയർസ് ഫെഡറൽ ബാങ്ക് വാങ്ങാൻ പോകുന്നുവെന്നുള്ള മീഡിയ റിപ്പോർട്ടുകളാണ് ഈ ഫെഡറൽ ബാങ്കിൽ ചലനം ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിനെ ഫെഡറൽ ബാങ്ക് ഏറ്റെടുക്കുമ്പോൾ അവരുടെ സാമ്പത്തിക ബാധ്യതകൾ കൂടി ഫെഡറൽ ബാങ്ക് ഏറ്റെടുക്കേണ്ടി വരും. ഇതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കിയത്. കാരണം ഈ ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി അത്ര മെച്ചപ്പെട്ടതല്ല. കാരണം സ്മോൾ ഫിനാൻസ് ബാങ്കിൽ അൺസെക്യൂർഡ് ലോൺസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ NPA കൂടുതലായിരിക്കും, നോൺ പെർഫോമിംഗ് അസറ്റ് കൂടുതലായിരിക്കും. അതുകൂടാതെ ജന ബാങ്കിൻ്റെ പ്രൊമോട്ടർ കമ്പനിയായിട്ടുള്ള ജന ഹോൾഡിങ്സിൽ ബോണ്ടുകളുടെ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് അതിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗും കുറഞ്ഞിരുന്നു. അപ്പോൾ അത്തരമൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ഡീലിലേക്ക് ഫെഡറൽ ബാങ്ക് പോകുന്നത് സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് അവരുടെ ആ കടബാധ്യതകൾ തീർക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ അവർ ഷെയർ ഫെഡറൽ ബാങ്കിലേക്ക് വിൽക്കുന്നതുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു നീക്കം ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേമിൽ ഗുണകരമാണ്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, UP തുടങ്ങിയ സ്ഥലങ്ങളിൽ 820-ലധികം ബ്രാഞ്ചുകളുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ജന സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പോൾ ഇത് ഫെഡറൽ ബാങ്കിൻ്റെ ആ ഒരു എക്സ്പാൻഷന് വലിയ തോതിൽ സഹായകരമാകുന്ന ഒരു ലയനമായിരിക്കും. അപ്പോൾ ഇവിടെ ഔദ്യോഗികമായിട്ട് NSEയും BSEയും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിരീകരണം ഈ കമ്പനികളോട് തേടിയപ്പോൾ അവർ അതിൻ്റെ സ്ഥിരീകരണം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഫെഡറൽ ബാങ്കിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് കാണാം. എന്നാൽ ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഇപ്പോഴും ഡൗൺ ട്രെൻഡ് തുടരുകയാണ്. അപ്പോൾ ഫെഡറൽ ബാങ്ക് നൽകിയ മറുപടി തങ്ങൾ ബിസിനസ് വളർച്ചയ്ക്കായി സാധാരണയായി പല അവസരങ്ങളും പരിശോധിക്കാറുണ്ടെന്നും എന്നാൽ സെബി റെഗുലേഷൻ 30 പ്രകാരമുള്ള മാർക്കറ്റിനെ അറിയിക്കേണ്ട തരത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള തീരുമാനങ്ങളോ ഒഫീഷ്യലായിട്ടുള്ള ഡീലോ നിലവിൽ വന്നിട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അവർ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല. പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫയലിംഗ് നടത്തേണ്ട രീതിയിലേക്ക് ആ ചർച്ചകൾ വന്നിട്ടില്ല എന്നാണ് അതിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ജന സ്മോൾ ഫിനാൻസ് നൽകിയിട്ടുള്ള വിശദീകരണം. അപ്പോൾ എക്സ്ചേഞ്ചിനെ മുൻകൂട്ടി അറിയിക്കേണ്ട തരത്തിലുള്ള യാതൊരു കരാറുകളും നിലവിലുണ്ടായിട്ടില്ലെന്ന് ജന സ്മോൾ ഫിനാൻസ് ബാങ്കും അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സിറ്റി പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കിംഗ് ഇപ്പോഴും ന്യൂട്രൽ എന്നുള്ള ഒരു റേറ്റിംഗ് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ടാർഗറ്റ് സിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് 360 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ജന ബാങ്ക് ഈ ഫെഡറൽ ബാങ്കിലേക്ക് മേർജ് ചെയ്യുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ അഡ്വാൻസ് 14%, ഡെപ്പോസിറ്റിൽ 11%-ൻ്റെയും ഒരു വർധനവിന് സാധ്യതയുണ്ട്. കൂടാതെ ഫെഡറൽ ബാങ്കിന് ഇതുവരെ പ്രാതിനിധ്യമില്ലാത്ത മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഇതുവഴി ഫെഡറൽ ബാങ്കിന് സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ ലോങ് ടേമിൽ ഈ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇനി ഇന്ന് മാർക്കറ്റിൽ നല്ല ഇടിവിരപ്പെടുത്തിയ മറ്റൊരു സ്റ്റോക്കിലേക്ക് വന്ന വരുൺ ബീവറേജസ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏകദേശം 10%-ത്തിനടുത്തുള്ള ഒരു ഫോളാണ് ഈ വരുൺ ബീവറേജസിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 50-ഡേ മൂവിങ് ആവറേജിനും 200-ഡേ മൂവിങ് ആവറേജിനും താഴെയായിട്ടാണ് ഇപ്പോൾ വരുൺ ബീവറേജസ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വരുൺ ബീവറേജ് ലിമിറ്റഡ് അവർ പുതുതായിട്ട് ചില ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ഇടിവ് രേഖപ്പെടുത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം അവർ റെഡി ടു ഡ്രിങ്ക് ആൽക്കഹോളിക് ബീവറേജസ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ
മാർക്കറ്റിൽ ഇറക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ആ ഒരു ബിസിനസ്സിനായിട്ട് ഇന്ത്യയിൽ 100% ഓണർഷിപ്പുള്ള പുതിയൊരു സബ്സിഡിയറി കമ്പനി രൂപീകരിക്കാൻ ബോർഡ് ഓൾറെഡി അനുമതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ സിഇഒയും MD ആയിട്ട് ശ്രീ പ്രഥമേഷ് മിശ്രയെ ഓൾറെഡി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ടുണീഷ്യയിലുള്ള നിർമ്മാണത്തിനും വിതരണത്തിനുമായി ഒരു പുതിയ ജോയിന്റ് വെഞ്ചർ കമ്പനിയും ഇവർ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ടുണീഷ്യയിലെ കമ്പനി വഴി കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകളും ജ്യൂസുകളും ഡയറി ഉൽപ്പന്നങ്ങളും ഒക്കെ നിർമ്മിക്കുകയും വിതരണം ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണിത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളുടെ അപ്രൂവലിനായിട്ട് വരുൺ ബീവറേജസ് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നല്ല എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടായിട്ടും വരുൺ ബീവറേജസിന്റെ സ്റ്റോക്ക് ഇടിയാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് ഈ ആൽക്കഹോളിക് ബീവറേജും അതുപോലെ തന്നെ ഈ ടുണീഷ്യൻ ജോയിന്റ് വെഞ്ചറും അതിലെ പ്ലാനുകളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിലേക്ക് എത്ര ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെലവാക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ കമ്പനി നൽകിയിട്ടില്ല. ഇതുകൂടാതെ ഈ പുതിയ വിദേശ ബിസിനസ്സുകളും പുതിയ കാറ്റഗറികളും തുടങ്ങുന്നത് കമ്പനിയുടെ മൊത്തത്തിലുള്ള എബിറ്റ മാർജിനെ ബാധിച്ചേക്കാം എന്ന ആശങ്കയും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട്. ഇതുകൂടാതെ എക്സിക്യൂഷൻ റിസ്കുകൾ, ഇപ്പോൾ വരുൺ ബീവറേജസ് ഇതിനു മുമ്പ് സോഫ്റ്റ് ഡ്രിങ്കുകളിലും ജ്യൂസുകളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആൽക്കഹോളിക് ബിസിനസ് പൂർണ്ണമായിട്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. അപ്പോൾ അവിടെ എത്രത്തോളം കമ്പനിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ആശങ്കയും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട്. ഇതുകൂടാതെ ഈ സ്റ്റോക്ക് വളരെ ഹൈ പിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ഒരു മീഡിയം പി 58 എന്ന ലെവലിലാണ്. ഇപ്പോൾ അത് 42 ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും അത്ര ഹൈ പിയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ ഇത്തരത്തിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. എങ്കിൽ പോലും പല ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകളും വരുൺ ബീവറേജസിന് ഓവർ വെയ്റ്റ് എന്ന ലെവലിൽ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് തുടരുകയാണ്. ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി ഇതിന് 557 എന്നുള്ള ഒരു ടാർഗറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആൽക്കഹോളിക് ബീവറേജ് മേഖലയിലേക്കുള്ള അതിൻ്റെ കടന്നുവരവിൻ്റെ ആ ഒരു പ്രഖ്യാപനം കൂടാതെ മറ്റ് എക്സ്പാൻഷൻ പ്ലാനുകളുമൊക്കെയാണ് മോർഗൻ സ്റ്റാൻലി ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് VBL കൊടുക്കാൻ കാരണം. ഇപ്പോൾ നമ്മൾ ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ 415 425 റേഞ്ച് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നും താഴുകയാണെങ്കിൽ അടുത്ത ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ 52 വീക്ക് സപ്പോർട്ട് സോണായിട്ടുള്ള 381 റേഞ്ചാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും നല്ല ഒരു റിസ്ക് റിവാർഡ് നമുക്ക് ഈ സ്റ്റോക്കിൽ ലഭിക്കുക. എങ്കിലും ഈ സ്റ്റോക്കിൽ കറക്ഷനുള്ള സാധ്യത ഉള്ളതിനാൽ നമ്മൾ ഒരു സിപ്പ് മോഡലിലുള്ള ഒരു അക്യുമുലേഷനാണ് ഈ സ്റ്റോക്കിൽ ഏറ്റവും അനുയോജ്യം. ഇനി ഇന്ന് IPO വഴി ലിസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് കാണാം, ഗജ ആൾട്ടർനേറ്റീവ് അസറ്റ് മാനേജ്മെൻറ്റ്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് നേട്ടത്തോടെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ IPO ഇഷ്യൂ പ്രൈസ് ആയിരുന്നു 160 നിന്നും ഫൈനലായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ 185 എത്തിയിരുന്നു. ഏകദേശം 15% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ലിസ്റ്റിങ്ങിന് ശേഷം നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാം. ഫൈനലായിട്ട് ഇപ്പോൾ 168 എന്നുള്ള പ്രൈസിലാണ് നമ്മൾ ഈ സ്റ്റോക്ക് കാണുന്നത്. ഇന്നലെ 1 മുകളിൽ പോയ പുട്ട് കോൾ റേഷ്യോ ഇന്ന് താഴ്ന്നിട്ട് 0.79 0.85 എന്ന റേഞ്ചിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു ബിയറിഷ് കോഷ്യസ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ ഒരു കീ സപ്പോർട്ട് ലെവൽ 24,200 പക്ഷേ അതിന് താഴെ പോയി കഴിഞ്ഞാൽ 24,000 കാര്യമായ സപ്പോർട്ട് റേഞ്ച്. ഇവിടെയാണ് കൂടുതലായിട്ടുള്ള പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഹയർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 24,400 24,500 ലെവലുകളിലാണ് അത് ഒരു ശക്തമായ റെസിസ്റ്റൻസ് ലെവലായിട്ടും ഇനിയുള്ള ട്രേഡിങ്ങിലും നിൽക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.